വലൈക്കും വറഹ്മത്തുള്ള. ഭൂമിയാണ് വേര്, നമുക്ക് ആകാശത്തുണ്ടതിര്. SSF വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ 50-ലേറെ വർഷങ്ങളായി കേരളത്തിൻ്റെ സാമൂഹിക പ്രബുദ്ധ മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ചാലകശക്തിയായി വിവിധ ചർച്ചകളിലൂടെ, തീമുകളിലൂടെ ഓരോ സാഹിത്യോത്സവങ്ങളെയും വഴി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാഹിത്യോത്സവങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കലാമാമാങ്കം അല്ലെങ്കിൽ കലാമത്സരം എന്നതിലുപരി ഒരു സമൂഹത്തിൻ്റെ ഓരോ സാഹിത്യോത്സവങ്ങളും നടക്കുന്ന ആ ഒരു പ്രദേശത്തെ മുഴുവനും പരിഗണിച്ചുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ അടിയൊഴുക്കുകളെ, ചലനാത്മകതയെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സംവാദങ്ങളും തീമുകളും സെലക്ട് ചെയ്യാറുണ്ട്. കോവിഡിന് മുന്നേ ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ SSF സാഹിത്യോത്സവിൻ്റെ ഒരു പ്രധാന തീം എന്ന് പറയുന്നത് വിവിധ മതവിഭാഗങ്ങളിലെ പ്രമുഖരായ പ്രാചീനകാല, പഴയകാല ബന്ധങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു തീമായിരുന്നു. SSF മുന്നോട്ട് വെച്ച ആ ഒരു തീമിൽ കോന്ത് നായർ, മൊയ്ൻകുട്ടി വൈദ്യർ, കോട്ടയത്തേക്ക് വന്നാൽ നമ്മുടെ വാബരും അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥകൾ, ഈ സൗഹൃദ കഥകളിലൂടെ നമ്മൾ ആ പ്രദേശങ്ങളിലുള്ള ആളുകളിലേക്ക് കടന്നു ചെല്ലുകയും അവിടുത്തെ വർണ്ണ വിവേചനങ്ങളെയും വർഗീയത പോലെയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളെയും മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ സൗഹൃദത്തിലൂടെ നമുക്ക് മനുഷ്യത്വം കൊണ്ടുവരാമെന്നുള്ള ചർച്ചകളായിരുന്നു അന്ന് SSF മുന്നോട്ട് വെച്ചിരുന്നത്. അതേപോലെ ഈ വർഷത്തെ സാഹിത്യോത്സവിൻ്റെ പ്രധാനപ്പെട്ട തീമെന്ന് പറയുന്നത് ഭൂമിയാണ് വേര്, നമുക്ക് ആകാശത്തുണ്ടതിര് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, ഇന്ന് അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു തീമാണ് കുടിയേറ്റങ്ങളെക്കുറിച്ചുള്ള തീമെന്ന് പറയുന്നത്. നമുക്കറിയാം, കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിനെയും, ഒരു സമൂഹത്തെ മുഴുവൻ പറിച്ചു നടുന്ന, പുതിയൊരു സമൂഹം രൂപപ്പെടുകയും കെട്ടിപ്പടുക്കപ്പെടുകയും ചെയ്യുന്ന വളരെ ചലനാത്മകമായൊരു പ്രക്രിയയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള മൈഗ്രേഷനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. കോട്ടയം എന്ന് പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായ ചിന്തകളും ചലനങ്ങളും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് കോട്ടയം എന്ന് പറയുന്ന തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തെക്കൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നായ കോട്ടയം എന്ന് പറയുന്നത്. നമ്മൾ അക്ഷരനഗരി എന്ന് അഭിസംബോധന ചെയ്യാറുള്ള കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് നിന്ന് ഒരുപാട് തരത്തിലുള്ള പലായനങ്ങൾ കേരളത്തിൻ്റെ ഉള്ളിലേക്കും അതേസമയം തന്നെ വിദേശ രാജ്യങ്ങളിലേക്കും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിപ്പോഴറിയാം, കോട്ടയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും പറമ്പുകളും കാണാം. അവിടെയുള്ളവരൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ അവർ യൂറോപ്പിലാണ്, അമേരിക്കയിലാണ്. വിദ്യാഭ്യാസപരമായുള്ള കുടിയേറ്റങ്ങൾ, മൈഗ്രേഷന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം തേടിയുള്ള യാത്രകൾ, സാമൂഹിക നിർമ്മിതിക്ക് വേണ്ടിയുള്ള യാത്രകൾ, അവരുടെ വീടും നാടും ഉപേക്ഷിച്ചുള്ള ഈ ഒരു യാത്ര നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പോയ ആളുകൾ തിരിച്ചു വന്ന് അവരുടെ പ്രദേശത്തേക്ക് സാമ്പത്തികമായും വിദ്യാഭ്യാസപരവുമായുള്ള സംഭാവനകൾ നൽകി ആ സമൂഹം പിന്നീട് വളരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോയാൽ, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് തന്നെ കോട്ടയത്ത് നിന്ന് മലബാർ മേഖലകളിലേക്ക് വലിയ തോതിലുള്ള കുടിയേറ്റങ്ങൾ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും കേരളത്തിൻ്റെ, കോട്ടയത്തെ നമ്മുടെ പഴയകാല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും മലബാറിലെ കഥകൾ പറയുന്നത് കേൾക്കാം. അവരുടെ പൂർവ്വകാലത്തിലുള്ള ആളുകൾ, അവരുടെ പിതാക്കന്മാർ, മാതാക്കളൊക്കെ മലബാറിലേക്ക് കുടിയേറിയതിൻ്റെ ഒരുപാട് കഥകൾ, ചരിത്രങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിയും. അപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്, കോട്ടയത്ത് നിന്ന് പുറത്തേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. വിദ്യാഭ്യാസ മൈഗ്രേഷൻ, അതേപോലെ തന്നെ സ്വന്തം നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് പറമ്പുകൾ വിറ്റഴിച്ച പൈസയുമായി കൂടുതൽ പറമ്പുകൾ വാങ്ങാനും കൃഷി ചെയ്യാനും അതുവഴി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും സ്വപ്നം കണ്ട് യാത്ര ചെയ്ത മനുഷ്യന്മാർ. നമ്മുടെ ഈ ഡെയിലി പോയി വരുന്ന മലബാർ എക്സ്പ്രസ്സിനും മാവേലി എക്സ്പ്രസ്സിനും പോലും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരു സമൂഹത്തെ ഒന്നടങ്കം പറിച്ചു നട്ട, എടുത്തുകൊണ്ടുപോയ ഒരു കഥ നമ്മുടെ മലബാർ എക്സ്പ്രസ്സിനും മാവേലി എക്സ്പ്രസ്സിനും പോലും പറയാനുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കുടിയേറ്റത്തിൻ്റെ കാഴ്ചകൾ, അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീൻ ജനത ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടിയേറ്റത്തിൻ്റെ കഥകൾ, യൂറോപ്പിലേക്കുള്ള ഒരുപാട് മൈഗ്രേഷൻ, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുണ്ടായ മൈഗ്രേഷൻ, അതുവഴി ഒരു സമൂഹം ഒന്നടങ്കം മാറുകയും സാഹിത്യപരമായും സാംസ്കാരികമായും
വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായുമുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഓരോ സമൂഹത്തിലും, കുടിയേറപ്പെടുന്ന സമൂഹത്തിലേക്കും കുടിയേറ്റം നടക്കുന്ന സ്ഥലത്തേക്കുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നിർമ്മിക്കുന്ന, അതേസമയത്ത് ചിലപ്പോൾ മറ്റൊരു സമൂഹത്തെ തളർത്തിക്കളയുന്ന ഒരുപാട് കഥകൾ, ഒരുപാട് മാനസികമായിട്ടുള്ള, മനഃശാസ്ത്രപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും സാഹിത്യപരമായിട്ടുമൊക്കെയുള്ള ഒരുപാട് കടന്നു വരുന്ന ഒരു ഏരിയയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചർച്ചകളിലേക്ക് വരാം. അതിൽ ഈ ഒരു ചർച്ചയ്ക്ക് തീമിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കോട്ടയം ജില്ലയിലെ തന്നെ പ്രമുഖരായ 2 വ്യക്തിത്വങ്ങളെ നമുക്ക് ഈ ഒരു ചർച്ചയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ലിറാർ പുളിക്കലകത്ത്, പ്രൊഫസർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അതേപോലെ ഡോക്ടർ വിനിൽ പോൾ, യുവസാഹിത്യകാരനും പ്രൊഫസർ കൂടിയാണ്. ഇരുവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഭൂമിയാണ് വേറെ, നമുക്ക് ആകാശത്തുണ്ടതിര്. നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഡോക്ടർ വിനിൽ പോളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു സമൂഹത്തിൻ്റെ പലായനം അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് പറയുന്നത് നമ്മൾ സാഹിത്യ കൃതികളിൽ, നമുക്ക് പഴയകാല സാഹിത്യ രംഗങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളായിരിക്കും. എസ്.കെ. പൊറ്റക്കാടിൻ്റെ വിഷകന്യകയും അതേപോലെ കാപ്പിരികളുടെ നാട് പോലെയുള്ള നമ്മൾ ചെറുപ്പം തൊട്ടേ വായിച്ച് വളരുന്ന പഴയകാല കുടിയേറ്റങ്ങളും ഒരു ചിത്രം നമുക്ക് വരച്ചു തരുന്ന സാഹിത്യങ്ങളായിരുന്നു എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചനകളിലുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിഷകന്യക എടുത്തു നോക്കിയാൽ കോട്ടയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ പറയുന്നത് കാണാം. നമ്മൾ ഈ ഒരു സാഹിത്യ രൂപത്തിൽ ചർച്ച ചെയ്താൽ പഴയകാല സാഹിത്യവും പുതിയ കാല സഞ്ചാര സാഹിത്യങ്ങളും എങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നതെന്ന് തുടങ്ങാം. അവിടെ നിന്ന് തുടങ്ങാം. ആദ്യം തന്നെ ഇത്തരമൊരു പ്രോഗ്രാമിൽ ചർച്ചയിൽ ഒരു അവസരം നൽകിയ SSFൻ്റെ എല്ലാ പ്രവർത്തകരോടുള്ള നന്ദി, സ്നേഹത്തെ ആദ്യം തന്നെ അറിയിക്കുന്നു. എന്തായാലും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കുടിയേറ്റം സാമൂഹ്യശാസ്ത്രത്തിലും സാഹിത്യത്തിലും എല്ലാം വലിയ തോതിൽ പഠിക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ്. ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും മറ്റ് പുസ്തകങ്ങളുമെല്ലാം എഴുതുന്നു. ഇപ്പോഴും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നൊരു മേഖല തന്നെയാണ്. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു നോവലിൻ്റെയൊക്കെ ഒരു മലയാള സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുടിയേറ്റത്തെ നമ്മൾ നോക്കിക്കാണുമ്പം സ്വാഭാവികമായിട്ടും എസ്.കെ. പൊറ്റക്കാടിൻ്റെ വിഷകന്യക 1948 പ്രസിദ്ധീകരിക്കപ്പെട്ട വിഷകന്യക ഒരു പ്രധാന ടെക്സ്റ്റ് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പം അതൊരു സമ്പൂർണ്ണ വിജയം കൈവരിച്ച നോവൽ എന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനമൊക്കെ പല ആളുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്ത് രീതിയോട് പറയുന്നുണ്ട്, അതിനെ ഉപമിക്കുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെ. അപ്പം അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തൊരു തീം വരുന്നത് ഈ സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മലബാർ പ്രദേശത്തേക്ക് കുടിയേറുന്നു, 40കൾ കുടിയേറുന്ന എൻ്റെ ഒരു പശ്ചാത്തലവും ആ പശ്ചാത്തലത്തിൽ അതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു കഥാപാത്രം എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു നായകനോ നായികയോ ഒന്നും തന്നെ കൃത്യമായ രീതിയിലില്ല. അതിൻ്റെ അകത്ത് ഈ കുടിയേറ്റുന്ന മനുഷ്യന്മാരെല്ലാം കഥാപാത്രങ്ങളാണ്. ഭൂമി ആണ് ഒരു പ്രധാന നായിക എന്ന നിലയിൽ നിൽക്കുന്നു. വിഷകന്യക എന്ന് പറഞ്ഞാൽ ഭൂമിയെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചില കഥാപാത്രങ്ങളുടെ ഡയലോഗുകളൊക്കെ വളരെ ശ്രദ്ധേയമൊക്കെയാണ്. പായിൽ തുടങ്ങുന്ന 2 കാര്യങ്ങളാണ് ഞങ്ങളെ അങ്ങോട്ട് എത്തിച്ചത് എന്നുള്ളത്. പട്ടരും പട്ടിണിയും എന്നുള്ളൊരു പ്രയോഗങ്ങൾ, പ്രത്യേകിച്ച് ബ്രാഹ്മണ ആധിപത്യം അങ്ങനത്തെ കാര്യങ്ങൾ. പട്ടിണിയും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നെന്നും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ചെന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്കുകൾ വരുന്നത് മായുമായി ബന്ധപ്പെട്ട മാ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലമ്പനിയും മലമ്പാമ്പിനോടും എല്ലാം പോരാടിക്കൊണ്ടാണ് അവിടെ ജീവിച്ചത് എന്നുള്ളൊരു രീതിയിൽ ഉള്ള ആഖ്യാനങ്ങൾ വരുന്നു. അപ്പോൾ എന്തായാലും വലിയൊരു കഷ്ടപ്പാടിൻ്റെ ഒരു ആ പ്രദേശത്തിനെ കീഴടക്കാൻ ശ്രമിക്കുകയും മരണപ്പെടുകയും പനി വരികയും മറ്റു പല ദുരന്തങ്ങളും കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വലിയൊരു ആഖ്യാനമൊക്കെയാണ്. എന്നാലും നോവൽ വളരെ താരതമ്യേന സാധാരണ അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ ഒരു തെരുവിൻ്റെ കഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പേജുകൾ മാത്രമുള്ളൊരു നോവൽ തന്നെയാണ്. പിന്നീട് പലതരത്തിലുള്ള ഈ കുടിയേറ്റ പ്രദേശങ്ങളെ മുൻനിർത്തി പല നോവലുകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പലപ്പോഴും മലയാള സാഹിത്യത്തിൽ താരതമ്യം ചെയ്യപ്പെടുന്നത് CVയുടെ ആയുസിൻ്റെ പുസ്തകം, CV ബാലകൃഷ്ണൻ്റെ ആയുസിൻ്റെ പുസ്തകം എന്ന ടെക്സ്റ്റും നോവലും ഈ വിഷകന്യയും തമ്മിൽ പലപ്പോഴും താരതമ്യം ചെയ്യുന്നത് കാണുന്നുണ്ട്. അത് 40കളിലെ കുടിയേറ്റത്തിൻ്റെ തുടക്കത്തിനെ സംബന്ധിച്ചുള്ളൊരു നറേഷനാണ്
എസ് കെ പൊറ്റക്കാട് നടത്തുന്നതെങ്കിൽ CV യുടെ ടെക്സ്റ്റിൻ്റെ അകത്തേക്ക് ഒരു 60കളിലെ കുടിയേറ്റ പ്രദേശത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനും അവരുടെ ഒരു സോഷ്യൽ ലൈഫും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു നോവലായിട്ടാണ് വരുന്നത്. പിന്നീട് അതുപോലെ ഈ ഒരു കുടിയേറ്റ പ്രദേശത്തിനെ സംബന്ധിച്ച് ഒരു പ്രധാന നിമിഷം നമ്മുടെ മുൻപിൽ ചിത്രീകരിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ നോവൽ വിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കരി എന്ന് പറയുന്ന നോവലാണ്. അതിൽ ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ചരിത്രങ്ങൾക്ക് വേറൊരു തരം വായനകൾ നടത്തുകയും അങ്ങനെ ആ പ്രദേശത്തിൻ്റെ ഒരു പരിണാമത്തെയൊക്കെ വേറിട്ട രീതിയിൽ വായിക്കാനുമൊക്കെ ശ്രമിക്കുന്നു. എന്തായാലും ഈ കുടിയേറ്റം, അതായത് കേരളത്തിനുള്ളിൽ നടന്ന കുടിയേറ്റം, പ്രധാനമായും ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തിയ PK മൈക്കിൾ തരകൻ, പ്രൊഫസർ PK മൈക്കിൾ തരകൻ, അല്ലെങ്കിൽ ഡോക്ടർ VJ വർഗീസ് തുടങ്ങിയ ആളുകളൊക്കെ ഇൻറ്റേർണൽ മൈഗ്രേഷനെ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങളും അവരുടെയൊക്കെ പ്രധാന ഗവേഷണ വിഷയമൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ചരിത്രം. അതുപോലെ സമീപ സമയത്ത് ഡോക്ടർ P സനൽമോഹൻ സാറിൻ്റെ ചില ലേഖനങ്ങളുമൊക്കെ കുടിയേറ്റ പ്രദേശങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇവരെല്ലാം ഒരേപോലെ മുൻപോട്ട് വെക്കും. ഇവരെല്ലാമല്ല, മൈക്കിൾ തരകൻ സാറിൻ്റെയും VJ വർഗീസ് സാറിൻ്റെയൊക്കെ ഒരു ആർഗ്യുമെൻറ്റിൽ പ്രധാനമായും വരുന്ന ഒരു ക്രിസ്ത്യൻ കുടിയേറ്റത്തെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. മറ്റു പല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല വിഷയങ്ങളും ഗ്ലോബൽ കോണ്ടക്സ്റ്റിൽ നടക്കുന്ന പല ഇൻസിഡൻറ്റുമൊക്കെയാണ് കുടിയേറ്റത്തിനൊരു കാരണമായി മാറുന്നത് എന്നൊക്കെയുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ അവർ വെക്കുന്നുണ്ട്. പിന്നെ നിരവധി കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നിരവധി പ്രാദേശിക ഓർമ്മകളും കുടുംബചരിത്രങ്ങളുമൊക്കെ നമുക്ക് പല ഇടുക്കിയുടെയും മലബാറിൻ്റെയും സാഹചര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ KN പണിക്കരുടെ, പ്രൊഫസർ KN പണിക്കരുടെ ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ മലബാർ കലാപത്തെ സംബന്ധിച്ചുള്ള പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പേജ് തുടങ്ങുന്നത് പോലെ ഈ കുടിയേറ്റത്തിൻ്റെ ഒരു കാഴ്ച നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഠനവും തുടങ്ങി. അപ്പോൾ ഈ രീതിയിൽ പല തരത്തിലിങ്ങനെ സാഹിത്യത്തിൻ്റെ രൂപത്തിലും അക്കാദമിക തലത്തിലുമൊക്കെ എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഇൻറ്റേർണൽ മൈഗ്രേഷനെ സംബന്ധിച്ച്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ദളിത് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ചില ആലോചനകളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു മൈഗ്രേഷൻ്റെ ഒരു ഹിസ്റ്ററി, ഇൻറ്റേർണൽ മൈഗ്രേഷൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നിരവധി വിമർശന ചോദ്യങ്ങൾ നമ്മളവിടെ കാണപ്പെടുന്നുണ്ട്. കാര്യം, ഒന്നാമത്തെ ഒരു പ്രശ്നം ആദിവാസി വിഭാഗങ്ങൾ ഇതെങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച്, അവരുടെ ഭൂമിയും കാര്യങ്ങളുമൊക്കെ മാറുന്നു, അവരെ ഉപദ്രവിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ വരുന്നു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഒരു ജാതിക്ക് മാത്രം ഇങ്ങനൊരു മൈഗ്രേഷൻ സാധ്യമായത് എന്നുള്ളൊരു പ്രധാന ചോദ്യം നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നു. അതായത് പട്ടിണി ആയിരുന്നെങ്കിൽ കോട്ടയത്തെയും തിരുവിതാംകൂറിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഒരേപോലെ പട്ടിണിയിൽ കിടന്നത്, ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രം എങ്ങനെയാണ് ഒരു പ്രത്യേക രീതിയിൽ പട്ടിണി വന്നു പോയത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുൻപിൽ വരുന്നു. പിന്നെ അതുപോലെ തന്നെ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ഫാമിലി ഹിസ്റ്ററീസ് ഇപ്പം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശോധിച്ചാലും അവർ ചില ബ്രാഹ്മണവാദങ്ങൾ മുൻപോട്ട് വെക്കുകയും വലിയ സമ്പന്നത അവകാശപ്പെടുകയും ചെയ്യുന്ന നിലപാടുകളാണ് അവരുടെ എഴുത്തുകളിൽ അവർ സ്വീകരിച്ചത്. അപ്പം നമുക്കൊരു വീണ്ടും ഒരു സംശയം തോന്നുകയാണ്, ഇത്തരത്തിൽ സമ്പന്നതയുടെ ഒരു പശ്ചാത്തലം പറയുന്ന ആളുകളോ ഇതൊരു കോൺട്രാഡിക്ഷൻ, അതായത് പട്ടിണിയും സമ്പന്നതയും ബ്രാഹ്മണവാദവും ഒരേപോലെ പറയുന്ന ഒരു രീതി നമ്മൾ ഇത്തരത്തിലുള്ള എഴുത്തുകൾക്കകത്ത് കാണുന്നു. എഴുത്തുകൾക്കകത്ത് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു വ്യക്തിയുടെ ഒരു പേരും കൂടെ നമ്മൾ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ആദ്യകാല കുടിയേറ്റ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഉള്ളൊരു ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യം പ്രബല ജാതി വിഭാഗങ്ങൾ കുടിയേറുന്നു, അതിന് പിന്നാലെയാണ് സ്വാഭാവികമായിട്ടും പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളും ദളിതരും ആയിട്ടുള്ള ആളുകളുമൊക്കെ കുടിയേറുന്നത്. അപ്പോൾ ഇവരും ആ പ്രദേശങ്ങൾ കുടിയേറുകയും അവിടുത്തെ കാടുകളും മലകളുമൊക്കെ വെട്ടിപ്പിടിക്കുകയും ക്ലിയർ ചെയ്തെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർക്ക് മുൻപേ ചെന്ന ആളുകൾ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഈ താഴ്ന്ന ജാതിക്കാരെ അവിടുന്ന് ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ആ പ്രദേശം, അതായത് താഴ്ന്ന ജാതിക്കാർ ക്ലിയർ ചെയ്ത ഭൂമി മറ്റുള്ളവർ വളരെ വേഗത്തിൽ വന്ന് അപഹരിക്കുന്നൊരു കാഴ്ച കാണുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിരവധി അടിയും പിടിയും കേസുകളുമൊക്കെ ആ ഒരു മലബാർ പ്രദേശത്തും അതുപോലെ ഈ ഇടുക്കിയിലാണ് ഇത് കൂടുതലും സംഭവിച്ചിരിക്കും. ഇടുക്കിയിലുമൊക്കെ കുടിയേറ്റത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ അന്നേരം ഒരു ദളിതർക്കടയിൽ നിന്ന് ഒരു നേതാവ് എന്ന നിലയിൽ ഒരു സഭാരാജ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം വരികയും അദ്ദേഹം നിരവധി കേസുകളും, അതായത് ദളിതരായിട്ടുള്ള ആളുകളുടെ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ളൊരു ശ്രമങ്ങൾ നടത്തുന്നതായിട്ടൊക്കെ ഈ ശ്രീ സണ്ണി കംകാടിൻ്റെയൊക്കെ ചില പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഒരു അതിസങ്കീർണമായൊരു വിഷയം തന്നെയാണ് കേരളത്തിൻ്റെ ഒരു ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അത് ജാതിയുടെ ഒരു ചരിത്രം അതിൻ്റെ അകത്ത് വളരെ വ്യക്തമാണ്. കാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു മതം മുൻപിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു മൈഗ്രേഷനെ നമ്മൾക്ക് മൈക്കിൾ തരകൻ സാറിനെ പോലുള്ള ആളുകളിലേക്ക് പഠനങ്ങൾക്കകത്ത് കാണാൻ സാധിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഒരു പിന്നെ ആദിവാസി വിഭാഗങ്ങളെ മുൻനിർത്തിയുള്ള ആലോചനകൾ,
പിന്നെ ഒരു പ്രദേശം വേറൊരു രൂപത്തിലേക്ക് പരിണാമപ്പെടുന്നു എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ചില സംഭാവനകൾ ഈ ഒരു മൈഗ്രേഷന് നൽകാൻ സാധിച്ചു എന്നുള്ള ആലോചനയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഒരേ സമയം തന്നെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരാണിക്കല്ല് അല്ലെങ്കിൽ വികസനത്തിന് ഒരു വളരെ കോൺട്രിബ്യൂഷൻ നൽകിയ ചില നിമിഷങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു മൈഗ്രേഷനെ കാണാൻ സാധിക്കുന്നു. നമ്മൾ ഈ കോസ്റ്റൽ ഏരിയകളിൽ നിന്ന് അതേപോലെ തരിശു ഭൂമികളിലേക്ക് അല്ലെങ്കിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങളാണ് കൂടുതലും നമ്മൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് കാണുന്നതെന്ന് തോന്നാറുണ്ട്. ഈ വിഷകന്യകയിലും ചിത്രീകരിച്ചിരിക്കുന്നത് ആ സമയത്തുണ്ടായിരുന്ന കോട്ടയത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മനം മടുത്ത് ആൾക്കാർ കുടിയേറിയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ കുടിയേറ്റങ്ങൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായ ഒരുപാട് കാര്യങ്ങൾ നൽകണമെന്നില്ല. പലപ്പോഴും അത് വേദനാജനകമായിരിക്കും. ചിലപ്പോൾ അവർ കടന്നു ചെല്ലുന്ന പ്രദേശങ്ങളിലെ ആളുകളിലേക്ക് ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള പീഡനങ്ങൾക്കുള്ള കാരണങ്ങളായേക്കാം. ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അതിൻ്റെ വശങ്ങളും കൂടിയാണ് സാർ വിനിൽ പോൾ സാർ നമ്മളോട് ഡിസ്കസ് ചെയ്തത്. അടുത്തതായി നമ്മൾ ലിറാർ സാറിലേക്ക് വരാം. ഈ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന മൈഗ്രേഷൻ വിദ്യാഭ്യാസപരമായിട്ടും ജോലി ആവശ്യാർത്ഥവുമുള്ള മൈഗ്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഗവൺമെൻറ് പോലും ഈ വിദ്യാർത്ഥികളുടെ ഒന്നടങ്കമുള്ള ഈ ഒരു പലായനം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു പലായനം വളരെ ഭീതിയോടെ ആശങ്കയോടെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഈ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള കുടിയേറ്റങ്ങളുടെ ഒരു പശ്ചാത്തലം, അതിനെ നമുക്ക് എങ്ങനെ ഈ സമയത്ത് വിലയിരുത്താം? എന്തായാലും നമ്മുടെ വിഷയം കുടിയേറ്റം ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാമെന്ന് തോന്നുന്നു. കാരണം ഹ്യൂമൻ മൊബിലിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ മൂവ്മെൻറ്റ്, മൈഗ്രേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു പ്രതിഭാസം, ഈ ഒരു പ്രക്രിയ, ഇത് പല കാറ്റഗറി, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ മൊബിലിറ്റി. അതിൽ നമുക്ക് അപ്പോൾ നേരത്തെ വിനിൽ സംസാരിച്ച ഇൻറ്റേർണൽ മൈഗ്രേഷൻ അതിൻ്റെ ഒരു ഭാഗമാണ്, എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ അതിൻ്റെ ഒരു ഭാഗമാണ്. വീണ്ടും നമ്മൾ ഇതിനെ പലതരത്തിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കാരണങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ വോളണ്ടറി മൈഗ്രേഷൻ, ഇൻവോളണ്ടറി മൈഗ്രേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭയാർത്ഥികളൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്കിതിനെ തരംതിരിക്കാം. അപ്പോൾ ആളുകൾ പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, നമുക്കതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് പോകുന്ന ആളുകൾ, സെമി പെർമനൻ്റ്, ഇങ്ങനെ പല കാറ്റഗറിയാണ് മൈഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കാറ്റഗറിയാണ് നേരത്തെ സംസാരിച്ചത്, ഇൻറ്റേർണൽ, കേരളത്തിനകത്ത് നടന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അത് നമുക്ക് പൊതുവെ നമ്മൾ മൈഗ്രേഷൻ്റെ ഒരു സിനാരിയോ നമ്മൾ കാണുമ്പം എപ്പോഴും അതൊരു ഗ്ലോബൽ ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ പൊതുവെ കാണുന്ന ഒരു പ്രതിഭാസം റൂറൽ ടു അർബൻ ആണ് പൊതുവെ കാണാറ്. പക്ഷേ കേരളത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണൽ മൈഗ്രേഷൻ്റെ ഒരു ആദ്യത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഇത് നോക്കുമ്പോൾ ചെറിയൊരു മാറ്റം കാണാം. അത് റൂറൽ ടു അർബൻ അല്ല ആക്ച്വലി, അതതിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, അത് വിനിൽ സംസാരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ മൈഗ്രേഷന് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു ചരിത്രം, എനിക്ക് തോന്നുന്നു ചരിത്രത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സമകാലികമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾക്ക് അതിൻ്റെ ഒരു കേരളവും ഇൻ്റർനാഷണൽ മൈഗ്രേഷനും തമ്മിലുള്ള ബന്ധം പറയാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ, നിലവിൽ കേരളത്തിൽ എത്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. കേരളം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്ത് 4 ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമുക്ക്. തിരുവനന്തപുരം, കൊച്ചിയും കോഴിക്കോടും കണ്ണൂരും 4 ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു കൊച്ചു സംസ്ഥാനത്താണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ കേരളത്തിനേക്കാളും 2-3 ഇരട്ടി വലുപ്പമുള്ള സംസ്ഥാനത്ത് ഇതിൻ്റെ പകുതി ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മൾ മലയാളികൾ, നമ്മളും അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ കേരളം നമ്മൾ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ മലയാള സിനിമകളൊക്കെ കാണുന്നതാണ്. ഈ ഗൾഫ് കുടിയേറ്റത്തിനെ പറ്റിയിട്ടും അതേപോലെ പണ്ട് നമ്മൾ പായക്കപ്പലിലൊക്കെ പോയ ചരിത്രങ്ങളൊക്കെ നമ്മളെ പൂർവികരൊക്കെ പറയുന്നത് കേൾക്കാം. ഒത്തിരി സ്റ്റഡീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കേരള മൈഗ്രേഷൻ സർവേ CDS ആയിരുന്നു നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, അതേപോലെ ഐമാദ് എന്ന ഒരു ഓർഗനൈസേഷൻ അത് ചെയ്യുന്നത് പ്രൊഫസർ ഇരിതരാജൻ സാറാണ് അത് ലീഡ് ചെയ്യുന്നത് വർഷങ്ങളായിട്ട്, കേരള മൈഗ്രേഷൻ സർവേ. അതിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് 2023 പബ്ലിഷ് ചെയ്തത് 2018 ശേഷം പിന്നെ പബ്ലിഷ് ചെയ്തത് 2023
അതിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ സ്റ്റുഡൻസ് മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ അതിന് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ സ്റ്റുഡൻസ് മൈഗ്രേഷന് നമ്മൾ കാണാം, മൈഗ്രേഷൻ്റെ ഒരു ട്രെൻഡ് കേരളത്തിൽ നോക്കുമ്പം ആദ്യം കുറേ ആളുകൾ 1970s കൂടുതൽ പോകുന്നത് നമുക്ക് കാണാം ഗൾഫ് കൺട്രീസിലേക്കാണ്. അതിനും ഒരു കാരണമുണ്ട്. നമ്മൾ ഈ കുടിയേറ്റത്തിൻ്റെ നമ്മൾ വിവിധ തരം കുടിയേറ്റം പറയുന്നതിന് കൂടെ തന്നെ കുടിയേറ്റത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും വിവിധങ്ങളാണ്. അത് ഈ വോളണ്ടറി ഇൻവോളണ്ടറിയിൽ വരുന്നത് ചിലപ്പം ആളുകൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബെറ്റർ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നല്ല ബെറ്റർ ലൈഫ് ആഗ്രഹിച്ച് പോകുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ സാഹചര്യം കൊണ്ട് നിർബന്ധിതമായിട്ട് പോകാൻ ഈ നമ്മൾ പലായനമൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, ഇപ്പോൾ യുദ്ധവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാമിറ്റി, അതൊക്കെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടും. ഇപ്പം നിലവിൽ നമുക്ക് ഇപ്പോൾ വയനാട് ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായി, പ്രകൃതി ദുരന്തം ഉണ്ടായി, അതൊരു നാച്ചുറൽ കലാമിറ്റിയാണ്. അപ്പോൾ അത് കാരണം നമുക്കറിയാം. അതേപോലെ നമ്മൾ കേരളത്തിൽ സുനാമി ഉണ്ടായിട്ടായിരുന്നു. ആ കാലത്ത് ആളുകൾ താൽക്കാലികമായിട്ട് ഒരു ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തേക്ക് ആളുകൾ താൽക്കാലികമായിട്ട് കുടിയേറിപ്പെടാൻ നിർബന്ധം. അത് ഒരു തരത്തിൽ അത് ടെമ്പററി ആണ്, അതേസമയം ഒരു ഫോഴ്സ്ഡ് മൈഗ്രേഷനാണ്, ആളുകൾ നിർബന്ധിക്കപ്പെടണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ ഒരു മൈഗ്രേഷൻ്റെ സിനാരിയോയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡാണ് ശരിക്കും ഈ ഒരു സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ. നേരത്തെ ആളുകൾ പോയത് ഞാൻ പറഞ്ഞ ഗൾഫ് കൺട്രീസിലേക്കായിരുന്നു. ഓയിൽ ബൂമിൻ്റെ ഒക്കെ ഒരു കോണ്ടക്സ്റ്റിൽ 1970s ഗൾഫിലേക്ക് കുടിയേറുന്നത്. ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് 1990s ആകുമ്പോൾ കൂടുതൽ IT പ്രൊഫഷണൽസും അങ്ങനത്തെ ആളുകളൊക്കെ US പോലത്തെ വെസ്റ്റേൺ കൺട്രീസിലേക്ക് കുടിയേറാൻ തുടങ്ങി. അപ്പോൾ അത് കുറച്ചുകൂടി സ്കിൽഡ് ആയിരുന്നു. അതേസമയം ഗൾഫിലേക്ക് കുടിയേറിയ ആളുകൾ കൂടുതൽ അൺസ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു നേരത്തെ പോയത്. ഇപ്പം അങ്ങോട്ടേക്കും ട്രെൻഡ് മാറി നമുക്ക് കാണാൻ പറ്റും. UAE പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ കൂടുതൽ പോകുന്ന ആളുകൾ കുറച്ചുകൂടി സ്കിൽഡാണ് കമ്പയറിങ് ടു അതർ ഗൾഫ് സ്റ്റേറ്റ്സ്. ഇനി സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എഗെയിൻ കൂടുതൽ വെസ്റ്റേൺ കൺട്രീസിലേക്കാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും ഗൾഫിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നതായിട്ട്, പക്ഷേ കൂടുതലായിട്ട് വെസ്റ്റേൺ കൺട്രീസിലേക്കാണ്. അത് US ആയാലും UK, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലത്തെ രാഷ്ട്രങ്ങളിലേക്കാണ് കൂടുതൽ പോകുന്നത്. അതിൻ്റെ നമ്പറും ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കോവിഡിൻ്റെ ശേഷമാണ് ഈ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനുശേഷമാണ് കൂടുതലായിട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒരു സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ്റെ ഒരു ട്രെൻഡ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 ലക്ഷത്തിലധികം വരെ ആയിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ്. ഒരു വർഷം കഴിഞ്ഞ അവസാനത്തെ പഠന റിപ്പോർട്ട് കാണിക്കുന്ന ഏതാണ്ട് അത്ര സ്റ്റുഡൻസ് പോയിട്ടുള്ള പോലെയാണ്. അപ്പോൾ ഇത് ഈ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു നേച്ചറാണ്. എന്തെങ്കിലും ഒരു ട്രെൻഡ്, എന്തെങ്കിലും ഒരു സംഭവം സക്സസ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ കുറേ ആളുകൾ പിന്നെ കുറച്ച് കാലത്തേക്ക് അതായിരിക്കും. ഒരു പക്ഷേ അടുത്തൊരു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഇതേ വിദേശ രാഷ്ട്രങ്ങളിൽ തന്നെ ഒരു ആൻറ്റി ഇമിഗ്രേഷൻ നിയമങ്ങളും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ UK നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒരു റിവേഴ്സ് ഫ്ലോ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കണം. ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ പോലെ ഒരു റിട്ടേൺ മൈഗ്രേഷൻ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കാണുകയാണ്. അപ്പോൾ ഏത് സമയത്തും ഒരു പക്ഷേ ഈ കുടിയേറിപ്പോയ ആളുകൾ അത് ഇൻറ്റേർണലായാലും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയാലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സാഹചര്യവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. തീർച്ചയായും നമ്മൾ കുടിയേറ്റത്തെ ഒരു ഏകാത്മകമായ ഒരു ദ്വന്ദ്വത്തിൽ അല്ലെങ്കിൽ ഏകാത്മകമായ ഒരു രീതിയിൽ മാത്രം സമീപിക്കേണ്ട ഒന്നല്ല. വളരെ മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കുടിയേറ്റത്തിൻ്റെ മൈഗ്രേഷൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള മൈഗ്രേഷനുകൾ വ്യത്യസ്ത രൂപത്തിലാണ് സംഭവിക്കുന്നത്. അതിനെല്ലാം ഒരു കോസ് ഉണ്ടാവാറുണ്ട്. ആ കോസിൻ്റെ പിന്നാലെ ആളുകൾ പോവുകയും പിന്നീട് അതിൻ്റെ എഫക്റ്റുകൾ അനുഭവിക്കുകയും പിന്നീട് അതിനുശേഷമുണ്ടാകുന്ന അതിൻ്റെ കോൺസിക്വൻസിൻ്റെ ഭാഗമായി വീണ്ടും ഒരു റീമൈഗ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ, അങ്ങനെ മൈഗ്രേഷൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് ദുരാർ സാർ നമ്മളോട് സംവദിച്ചത്. നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വന്നാൽ സാഹിത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഈ കുടിയേറ്റങ്ങളുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ മലബാറിലേക്കുള്ള കുടിയേറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ സമയത്ത് സർ ദിവാൻ്റെ ആ സമയത്തുണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്കുണ്ടായിരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ കൃഷിയിടങ്ങൾ കുറവായിരുന്നു ഇവിടെ, വളരെയധികം ജനസംഖ്യ കൂടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും കൂടുതൽ ഭൂമികൾ വെട്ടിപ്പിടിക്കുക, അങ്ങനെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ആധിപത്യത്തോടു കൂടി ജീവിക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടി കുടിയേറ്റം നടത്തുന്ന മനുഷ്യർക്കുള്ളിലുണ്ടാകുന്നതാണ് മറ്റുള്ള മനുഷ്യരെ എപ്പോഴും കീഴ് ഒതുക്കുക എന്നുള്ള ഒരു പ്രക്രിയ. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. നമുക്ക് അധികാരം കയ്യിൽ വരുമ്പോൾ കീഴെയുള്ള ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന ഒരു രീതി. അപ്പം അങ്ങനെ അവർ കുടിയേറുന്ന സ്ഥലത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ ജന്മികളായിട്ട് മാറുന്നു. അവരവിടെയുള്ള ആളുകളെ
കീഴൊതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേസമയത്ത് അങ്ങനെ സക്സസ് ആവാൻ പറ്റാത്ത ആളുകൾ അവിടെ പോയി അവർ തന്നെ സ്വയം കീഴടങ്ങേണ്ട അവസ്ഥ, അവിടെയുള്ള ജന്മിമാർക്ക് കീഴടങ്ങേണ്ട അവസ്ഥ വരുന്നു. ഇങ്ങനെ കുടിയേറ്റത്തിൻ്റെ ഈ ഒരു പ്രതിസന്ധികൾ അത് സാഹിത്യ നോവലുകളിലും അതേപോലെ നമ്മുടെ രചനകളിലുമൊക്കെ കൂടി, അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ പിന്നിൽ വായിക്കുമ്പോൾ ആ പ്രതിസന്ധികൾ കൂടി ചർച്ചയ്ക്ക് വെക്കാൻ തോന്നുന്നു. നമ്മൾ തിരുവിതാംകൂറിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ അന്ന് കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ ഈ ബ്രഹ്മസം ദേവസം എന്നൊരു സങ്കല്പത്തിൽ തന്നെയായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിലനിന്നിരുന്നത്. സാധാരണ മനുഷ്യർക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി സ്വന്തമാക്കാൻ അവകാശമില്ല എന്നുള്ളൊരു പ്രധാന പ്രശ്നം തന്നെയുണ്ട്. പിന്നീട് 1860-ലാണെന്ന് തോന്നുന്നു പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞൊരു വിളംബരം തിരുവിതാംകൂർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഏതൊരു മനുഷ്യനും സ്വന്തമായിട്ട് ഭൂമി സ്വന്തം പേരിൽ പതുക്കിയെടുക്കാം എന്നൊരു നിയമം വരും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം മുതൽ തന്നെയാണ് നമ്മൾ വ്യാപകമായി, പ്രത്യേകിച്ച് റോബിൻ ജെഫ്രിയൊക്കെ പോലെയുള്ള പണ്ഡിതർ ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അദ്ദേഹമൊക്കെ പലതരം ഡേറ്റകൾ വെച്ചുകൊണ്ട് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഓരോരോ ജാതി വിഭാഗങ്ങളും എന്തുമാത്രം ഭൂമി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും പല സെൻസസിൻ്റെ അതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പുലയർ ഉൾപ്പെടെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ 2500-ഓളം ആളുകൾക്കൊക്കെ ഭൂമി സ്വന്തമായിട്ടുള്ളതായിട്ട് 19ാം നൂറ്റാണ്ടിന് അവസാനത്തെ സെൻസസ് റിപ്പോർട്ടിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് 19th സെഞ്ച്വറിയുടെ അവസാനം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഭൂമി സ്വന്തമാക്കുക എന്നുള്ള ലാൻഡ് ഹങ്കർ എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും അതിനെ പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയോടുള്ള ഭയങ്കര താല്പര്യമാണ് പിന്നീട് വേറൊരു രൂപത്തിലേക്ക് പരിണമിച്ചു വരുന്നു. അങ്ങനെ പ്രധാനമായും തിരുവിതാംകൂറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ 2 പ്രദേശങ്ങളാണ് ഭൂമിയുടെ മേൽ കൂടുതൽ ലേബർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയെടുക്കുന്നു. ഒന്ന് പ്ലാന്റേഷൻ സെക്ടറുകൾ കിഴക്കൻ മേഖലയിൽ, അതേസമയം തന്നെ പടിഞ്ഞാറൻ പ്രദേശമായുള്ള കുട്ടനാടൻ പ്രദേശവും ഈ ഒരു പീരീഡിലാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു കാർഷിക ഭൂമി എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതും ഈ ഒരു കോണ്ടക്സ്റ്റിലും തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിലുണ്ട്. 20th സെഞ്ച്വറിയുടെ തുടക്കത്തോടൊക്കെ കൂടിയാണ് ഈ 2 പ്രോസസ്സും പൂർണ്ണമായി ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. പ്ലാന്റേഷനൊക്കെ 1960-കളിലൊക്കെ ആരംഭിച്ചു, എങ്കിലും വ്യാപകമായിരുന്നില്ല. റബ്ബറൊക്കെ വരുന്ന ഒരു കോണ്ടക്സ്റ്റിലാണ് കുറേയും കൂടെ ഭൂമിയെ മെരുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച ആളുകളെ വേറൊരു രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. അതായത് പ്ലാന്റേഷൻ്റെയും റബ്ബർ തോട്ടങ്ങളുടെയും കാർഷിക മേഖലയിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭൂമിയുടെ വളർച്ചയുമൊക്കെ നമുക്കും സ്വന്തമായിട്ട് ഭൂമി നേടിയെടുക്കാം എന്നുള്ളൊരു ചിന്താഗതി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മേൽ സ്വാഭാവികമായും വന്നു ചേരുന്നു. പിന്നീട് നമ്മൾ കാണുന്നൊരു കാഴ്ച വേൾഡ് വാറിൻ്റെ ഒരു പ്രശ്നമാണ് കാണുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ വരുന്ന സാഹചര്യം, അതിനോടനുബന്ധമായി വരുന്ന വലിയ ക്ഷാമങ്ങളും പ്രശ്നങ്ങളും വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു മാറ്റം തിരുവിതാംകൂറിൽ ആ സമയത്ത് നടക്കുന്നുണ്ട്. ഒരു ഹിന്ദു മിഷൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി നടക്കുന്നു. ഇവിടുത്തെ ഇതര സമുദായങ്ങളുടെ മേൽ നിരവധി റെസ്ട്രിക്ഷൻസ് അവർ കൊണ്ടുവരുന്നു. കൺവേർഷനെ നിരുത്സാഹപ്പെടുത്തുന്നു. കൺവേർട്ട് ചെയ്ത ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്നു. സ്കൂളുകളിൽ പ്രവേശനമില്ല എന്നുള്ള, അല്ലെങ്കിൽ വലിയ ഫീസ് ചുമത്തുന്നത് കാണുന്നു. അങ്ങനെ ഒരു ഓൾറെഡി തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു സെൽഫ് പ്രൊക്ലെയിംഡ് ഹിന്ദു സ്റ്റേറ്റാണ്, ഒരു സ്വയം പ്രഖ്യാപിത ഹിന്ദു രാജ്യമാണെങ്കിൽ CP രാമസ്വാമിയുടെ വരവോടുകൂടി അത് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പല പോളിസികളും പലപ്പോഴും മറ്റ് സമുദായങ്ങൾ, ക്രിസ്ത്യൻ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടും പലതരത്തിലുള്ള കാരണങ്ങളാണ്, എന്ത് തന്നെയായാലും ഇവർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വ്യാപകമായ രീതിയിൽ. അതോടൊപ്പം തന്നെ ആ ഒരു പീരീഡിൽ തന്നെയാണ് ക്രിസ്ത്യൻ കൺവേർഷൻ്റെ പോപ്പുലേഷൻ വളരെ വേഗത്തിൽ കൂടുകയാണ്. ഒരു 1920 മുതൽ 21ൻ്റെ സെൻസസ് മുതൽ നമ്മളൊരു 41-ലെ സെൻസസ് വരെ നോക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ, അതായത് ആ കാലങ്ങളിൽ സഭകൾ തിരിച്ചാണ് സെൻസസ് റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ് ഓരോ സഭ. ഇന്ന് പക്ഷേ ടോട്ടൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ മാത്രമാണ് നമുക്ക് സെൻസസിൽ കിട്ടുന്നതെങ്കിൽ ബ്രിട്ടീഷ് പീരീഡിലെ സെൻസസ് റിപ്പോർട്ടിനുള്ളിൽ ഡിനോമിനേഷൻ തിരിച്ചുകൊണ്ട്, അതായത് യാക്കോബ ക്രിസ്ത്യാനികൾ എത്ര, അല്ലെങ്കിൽ ഓർത്തഡോക്സ് എത്ര, സീറോ മലബാർ എന്നല്ല, കത്തോലിക്ക വിശ്വാസികൾ എത്ര, ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾ എത്ര തുടങ്ങിയ ടേമുകൾ തന്നെയാണ് അന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു പീരീഡിൽ വലിയ വ്യത്യാസമാണ് ക്രിസ്ത്യൻ പോപ്പുലേഷനിലുണ്ടാകുന്നത്. അതായത് സ്വാഭാവികമായിട്ടും പിന്നോക്ക ജാതിയിൽ നിന്ന് ഒരുപാട് ആളുകൾ, അതായത് ദളിതരായിട്ടുള്ള ആളുകളല്ല കൂടി, അതാണ് നമ്മൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പട്ടികജാതി എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ഫോർമർ സ്ലേവ് കാസ്റ്റിൽപ്പെട്ട ആളുകളുടെ ഒരു കൺവേർഷനല്ല ആ സമയത്ത് ഈ ഇതര ക്രൈസ്തവ സഭയിലേക്ക് നടക്കുന്നത്. മറ്റു പല പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു കൺവേർഷനാണ്. ആ ഒരു വിഭാഗം ജനങ്ങളാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത്
മറ്റ് ഇടങ്ങളിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ കൂടുതലായി നടത്തുന്നത്. അങ്ങനെ ഇടുക്കിയുടെയും മലബാർ, നിലമ്പൂർ പോലുള്ള പല പ്രദേശങ്ങളും, കണ്ണൂരും എല്ലാം നമ്മൾ പോകുന്നു. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്ന ചങ്ങനാശ്ശേരിയിൽ KSRTC സ്റ്റാർട്ട് ചെയ്യുന്ന ചില ബസ്സുകളുടെയൊക്കെ സ്ഥലപ്പേരുകൾ പരിശോധിക്കുക, ലേക്കുള്ള ട്രെയിനിൻ്റെയൊക്കെ ഒരു കോണ്ടക്സ്റ്റ് തന്നെ ഇത് തന്നെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പം ആ രീതിയിലുള്ളൊരു മൈഗ്രേഷൻ ആ ഒരു സമയം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും വേറൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മറിയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെയാണ്, നമുക്കൊരു ഒരു ക്രിട്ടിക്കലായിട്ടുള്ള പൊസിഷനോ എന്ത് തരം പൊസിഷൻ വേണം നമുക്ക് എടുക്കാം. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പല ആംഗിളിൽ നിന്നുകൊണ്ട് ചരിത്രത്തെയോ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തെ സമീപിക്കുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യവും ഒരു പ്രശ്നവും ഒരേ സമയം തന്നെ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഈ വിഷകന്യകയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ തന്നെ അതിലുള്ള ആളുകൾ കോട്ടയത്തു നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി മലബാറിലേക്ക്, ഇവിടുന്ന് ബസ്സിന് കയറി ആലുവയിൽ ചെല്ലുന്നു, ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി മലബാറിലേക്ക്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കൊക്കെ പോകുന്ന ഒരു ചരിത്ര പശ്ചാത്തലം കാണാം. അതിനുശേഷം നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ഡയറക്റ്റ് ചങ്ങനാശ്ശേരിയിലേക്കും കോഴിക്കോടേക്കും എരുമേലി, മുണ്ടക്കയം ഭാഗത്തേക്കുമൊക്കെ KSRTC ബസ് റൂട്ടുകൾ കാണാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ വയനാട്ടിലേക്കൊക്കെ പണ്ട് കുടിയേറിയവരുടെ ഒരുപാട് വേരുകൾ അവിടെ കിടപ്പുണ്ട്, അതിലേക്ക് തിരിച്ചു വരുന്ന ആളുകളാണ്. ആ ഒരു രീതിയിലായിരിക്കണം ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ സർക്കാരിൻ്റെ കീഴിലാണെങ്കിലും അല്ലാതെയും ഒക്കെയുള്ള പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും ഒക്കെ തുടങ്ങുന്നതും ഈ ഒരു കുടിയേറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു ട്രാൻസ്പോർട്ടേഷൻ രീതിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ വിഷകന്യകയുടെ കോണ്ടെക്സ്റ്റിൽ നമുക്കിത് ഒരുപാട് ഭൂമി പിടിച്ചടക്കുന്നതും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നതും രോഗബാധിതരാകുന്നതും സാറ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷകന്യക എന്നുള്ള ടൈറ്റിൽ തന്നെ കൊടുക്കാൻ കാരണം ഭൂമി തന്നെ ഒരു വിഷമായി മാറുന്നു, ഭൂമി തന്നെ കൊന്നൊടുക്കുന്ന മനുഷ്യർ. ഇപ്പം നമ്മൾ വയനാട്ടിൽ കണ്ടിരിക്കുന്നതും ഭൂമി ഒരു വിഷമായി മാറി നൂറുകണക്കിന് ആളുകളുടെ മരണ ഹേതുവായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ വയനാട്ടിലും കണ്ടത്. അപ്പോൾ ഭൂമി തന്നെ നമുക്കെതിരെയും നിൽക്കുന്ന, പ്രകൃതി തന്നെ നമ്മളെ പലപ്പോഴും നോവിക്കുന്ന അവസ്ഥകൾ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ തീമിൽ വെച്ച് പറയുകയാണെങ്കിൽ ഭൂമിയാണ് വേര്, ആകാശമാണ് അതിര്. ഇത് നമ്മൾ പലപ്പോഴും ജിപ്സികൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഏത് പ്രദേശത്തേക്കും സഞ്ചരിക്കാം, അവർക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അവരുടെ വേരുകൾ എവിടെയും അവർ കുഴിച്ചിട്ടിട്ടില്ല, അവർ പടർന്നു കിടക്കുകയാണ് ജിപ്സികളെ സംബന്ധിച്ച്. അതേസമയത്ത് നമ്മൾ അല്ലാത്ത തരത്തിലുള്ള ഒരു വേരുകൾ ആഴ്ന്നിറങ്ങിയ കുടുംബ പശ്ചാത്തലങ്ങളുള്ള ചരിത്രപരമായിട്ട് സാമൂഹിക പശ്ചാത്തലങ്ങളുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അവരുടെ സാമൂഹികപരമായിട്ടാണെങ്കിലും വളരെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഈ പറിച്ചു നടലിൻ്റെ ഒരുപാട് വേദനകൾ പേറിയാണ് പലപ്പോഴും ഫോഴ്സ്ഡ് മൈഗ്രേഷൻ സംഭവിക്കാറുള്ളത്. അത് നമ്മൾ ഫലസ്തീനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഇതേപോലെയുള്ള ഇൻ്റർനാഷണൽ മൈഗ്രേഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് മറ്റാളുകൾ അവരുടെ രാജ്യത്തേക്ക്, അവരുടെ കിടപ്പാടത്തിലേക്ക് കടന്നു വരികയും കയ്യേറുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം ഭൂമിയും സ്വന്തം വേരുകളും അറുത്തെറിഞ്ഞ് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥകൾ, ദുരവസ്ഥകളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ ഒരു ഫലസ്തീൻ്റെയും ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ്റെയും പശ്ചാത്തലത്തിൽ എത്രമാത്രം വേദനാജനകമാണ് ഈ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ. സാറ് പലതരത്തിലുള്ള മൈഗ്രേഷനെ കുറിച്ച് ചർച്ച ചെയ്തു. ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുമൂലമുണ്ടാകുന്ന മനുഷ്യൻ്റെ പ്രതിസന്ധികൾ എത്രമാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ നിന്ന് തുടങ്ങാം. രണ്ട് തരത്തിൽ മൈഗ്രേഷനിൽ ഒന്ന് ഞാൻ പറഞ്ഞത് രണ്ട് തരം കാരണങ്ങൾ, ഈ വളണ്ടറി, ഇൻവളണ്ടറി എന്ന് വരുന്നത്. ഇപ്പം ഉസ്താദ് സൂചിപ്പിച്ചത് ഈ സിറിയൻ കേസും അതേപോലെ പലസ്തീനിയൻ കേസൊക്കെ ശരിക്കും അത് ഇൻവളണ്ടറി മൈഗ്രേഷനാണ്. അവർ പലായനം ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ വേറെ നാട്ടിലേക്ക് കുടിയേറാൻ നിർബന്ധിക്കപ്പെട്ട ഒരു ജനതയാണ്. അപ്പോൾ ആ കുടിയേറ്റം അതിൻ്റെ എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷനും അതേപോലെ UNHCR, യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്, ഇവരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ഭീകരത ദൃശ്യമാവുക. അപ്പോൾ UNHCRൻ്റെ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്, ഈ കഴിഞ്ഞ ജൂൺ മാസം പബ്ലിഷ് ചെയ്തതിൽ പറയുന്നത് ഏകദേശം 120 മില്യണിനടുത്ത് ആളുകളാണ് ലോകത്ത് ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞ കാറ്റഗറി ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ഒരു 2/3 നിയർലി അത്രയും വരുന്നത് ഏകദേശം IDPs എന്നുള്ള കാറ്റഗറി, ഇൻറ്റേർണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ്.
അതേസമയം അഭയാർത്ഥികൾ റെഫ്യൂജീസ് എന്ന് വരുന്ന കാറ്റഗറി വരുന്നത് ഏകദേശം അതിൻ്റെ ഒരു 1/3 അടുത്ത് വരും. അതും മില്യൺ കണക്ക് വരികയാണ്. അപ്പം ഈ ആളുകൾ സ്വന്തം വീടും നാടും രാജ്യവും ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു ജനതയാണ്. അപ്പം അങ്ങനെ ഇവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പോകുന്നത് ഇവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് സ്വാഭാവികമായിട്ടും ഇവരുടെ അയൽ രാജ്യങ്ങളാണ്. പുറത്തേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അകത്താണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് നല്ലൊരു ശതമാനം. അതുകൊണ്ടാണ് IDPസിൻ്റെ എണ്ണം കൂടുന്നതും റെഫ്യൂജീസിൻ്റെ എണ്ണം കുറയുന്നതും ഈ ഞാനീ പറഞ്ഞ 120 മില്യൻ്റെ അകത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് തന്നെ വേറെ പല കാറ്റഗറി ഉണ്ട്. ഫോഴ്സ്ഡ് മൈഗ്രേഷൻ്റെ കാറ്റഗറി, ഈ IDPs റെഫ്യൂജീസ് കൂടാതെ അസൈലം സീക്കേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി വരുന്നുണ്ട്. അവരും ഏകദേശം 6-7 മില്യൺ വരുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ്ലെസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വേറെ വിഭാഗം വരുന്നുണ്ട്. ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ ആ ഒരു കാറ്റഗറി വരുന്നത്. കാരണം അവർ ദേ ഡോണ്ട് ബിലോങ് ടു എനി സ്റ്റേറ്റ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രമില്ല. പലസ്റ്റീനിയൻസിൻ്റെ കേസും ഏതാണ് അങ്ങനെ തന്നെ. ഒരു ഐഡൻറ്റിറ്റി സത്യം പറഞ്ഞാൽ അവർക്കില്ല. സ്വന്തമായിട്ട് പാസ്പോർട്ടില്ല, നമുക്ക് ആധാർ കാർഡുണ്ട്, പാൻ കാർഡുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരുപാട് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, ഇതൊന്നും അവർക്കില്ല. അവർ അതാണ് സ്വന്തം രാഷ്ട്രത്തിനകത്ത് അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ് പലസ്തീൻ ജനത. സിറിയയുടെ കേസ് നമുക്കറിയാം. സിറിയയുടെ ഒരു നമ്മൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ ഭാവി എന്താവും, അടുത്ത മൊമെൻറ്റിൽ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സിറിയ. കാര്യം ഈ അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ UNHCR, UN വിവിധ ഏജൻസികൾ വർഷങ്ങളായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ 2011 അറബ് സ്പ്രിംഗ് എന്നുള്ള ആ ഒരു വിപ്ലവം അല്ലെങ്കിൽ ആ ഒരു റവല്യൂഷൻ ഡെമോൺസ്ട്രേഷൻസ് അറബ് മേഖലയിൽ തുടങ്ങുന്നത് വരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനം സിറിയക്കായിരുന്നു. 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ. ആദ്യം പാകിസ്ഥാൻ, അഫ്ഗാൻ അഭയാർത്ഥികളുണ്ട്. അത് കഴിഞ്ഞാൽ പലസ്തീൻ അഭയാർത്ഥികളും അതേപോലെ ഇറാഖിൽ നിന്നുള്ള അഭയാർത്ഥികളും വന്ന് സിറിയ ആയിരുന്നു ഇത്തരത്തിൽ ലോകത്തിൽ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തിരുന്ന രാഷ്ട്രം. ഇതേ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ വന്ന രാഷ്ട്രം സിറിയയിൽ നിന്നാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്റ്റാറ്റസ് മാറാൻ നോക്കണം. ഒരു യുദ്ധം മതി ഒരു രാഷ്ട്രത്തിൻ്റെ സ്റ്റാറ്റസ് മാറാൻ, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി വിചാരിച്ചാൽ അവിടുത്തെ ജനതയുടെ സ്റ്റാറ്റസ് മാറാണ്. അപ്പോൾ അവിടെ ആളുകൾക്ക് അന്യനാട്ടിൽ നിന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് അഭയം കൊടുത്ത ആളുകൾ പിന്നീട് അഭയാർത്ഥികളായിട്ട്, ഇപ്പോൾ തുർക്കിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അഭയം കൊടുക്കുന്ന രാജ്യം. കൂടുതലായിട്ട് സിറിയയിൽ നിന്ന് വന്ന ആളുകളാണ്. ഈ പലസ്തീൻ അഭയാർത്ഥികളാണ് കൂടുതൽ ജോർദാനിലാണുള്ളത്. പിന്നെ സിറിയയിലും അവരുണ്ട്, ഇറാഖിലുണ്ട്, ഈജിപ്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അഭയാർത്ഥികൾ അതിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ഇവരുടെ ഒരു ജീവിതം, ഭാവി അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഈ അഭയാർത്ഥികളുടെ ജീവിതം പറയാൻ ഏറ്റവും നല്ല മാർഗ്ഗം വെറുതെ ഗൂഗിൾ ഇമേജസിൽ നോക്കിയിട്ട് റെഫ്യൂജി ക്യാമ്പ് എന്നങ്ങ് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും കുറേ ചിത്രങ്ങൾ. നമ്മളവിടെ ബംഗാളികളും അല്ലെങ്കിൽ നോൺ കേരളൈറ്റ്സ് വർക്കേഴ്സൊക്കെ വന്നിട്ട് പല കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ തമ്പടിച്ച് താമസിക്കുന്നുണ്ട്. അവരൊരു പക്ഷേ ഞാൻ പറയുന്നത് അവർ സ്വർഗത്തിലാണ്. കാരണം കേരളത്തിലാണ്. തൊട്ടടുത്ത് വാട്ടർ ബോഡീസ് ഉണ്ട്, അത്യാവശ്യം പ്രോഗ്രസീവായിട്ട് മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്, ഏതാണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഇവിടെ ആക്സസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ശുദ്ധവായുവും കിട്ടും, നല്ല ശുദ്ധവെള്ളവും കിട്ടും. ഈ പശ്ചിമേഷ്യയിലെയും അതേപോലെ ഉത്തരാഫ്രിക്ക, ഇത്തരം സബ് സഹാറൻ ആഫ്രിക്കൻ ഭാഗങ്ങളിലൊക്കെയുള്ള അഭയാർത്ഥികൾ ഇവർ ജീവിക്കുന്നത് അധികവും മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിലാണ്. മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങളാണ് ഇവർ വർഷങ്ങളോളം, 1-2 വർഷമൊന്നുമല്ല. നമ്മളിപ്പം ഒരു സ്ഥലത്ത്, ഞാനിപ്പോൾ വിനിലിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വിനിൽ ആദ്യത്തെ ദിവസം എനിക്ക് ബിരിയാണിക്ക് വെച്ച് തരും. 2ാമത്തെ ദിവസം വിനിലിന് കുറച്ച് സ്നേഹം കുറഞ്ഞ് ചിലപ്പോൾ നെയ്ച്ചോറാവും. പിറ്റേ ദിവസം സാധാ ചോറായിരിക്കും. അത് കഴിഞ്ഞാൽ കഞ്ഞിയായിരിക്കും. അത് വിനിലിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് നമ്മൾ ജനറോസിറ്റി ഹാസ് എ ലിമിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ആർക്കും ഇതേ വിഭാഗം പിന്നെ ഒരു ബാധ്യത ആയിട്ട് മാറും. അപ്പോൾ ഈ ബാധ്യത ആയിട്ട് പോലും ഈ ആളുകൾ 1, 2, 10 വർഷമല്ല, ഡെക്കേഡ്സ് ഇപ്പോൾ പലസ്തീൻ്റെ കേസ് 948 ആദ്യമായിട്ട് ഇവർ അഭയാർത്ഥികളാകുന്നത്. ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ തന്നെ 7.5 ലക്ഷം പലസ്തീനികൾക്കാണ് വീടും നാടും എല്ലാം നഷ്ടപ്പെട്ട് അവർ പലായനം ചെയ്യപ്പെട്ടു പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീടും ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസാണ് പലസ്തീനിയൻസ് അഭയാർത്ഥികളായത്. ഈ ഇപ്പോഴത്തെ ഒക്ടോബർ 7 ഇപ്പം നടക്കുന്ന ഗാസ ക്രൈസിസ് എടുത്ത് നമ്മൾ ഡെയിലി പത്രത്തിൽ വായിക്കുന്നതാണല്ലോ. ഓരോ തവണയും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ വാർണിംഗ് വരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പാലായനിച്ചെന്ന് പറയുന്നു. അപ്പം അവർ നോർത്തേൺ ഗാസയിൽ നിന്ന് സദേൺ ഗാസയിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗാസയിലേക്ക്, ജബലിയയിൽ നിന്നും ഖാൻ യൂണിസിലേക്ക്, അവിടുന്ന് റഫ ബോർഡറിലേക്ക് ഇങ്ങനെ പാലായനം ചെയ്യപ്പെടേണ്ടി വരും. അത് ഒരു പെർമനൻ്റ് ആയിട്ട് മൾട്ടിപ്പിളായിട്ട് ഒരു വാറിൻ്റെ ഭാഗമായിട്ട് തന്നെ മൾട്ടിപ്പിൾ ടൈം ഇവരിങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഈ ആളുകൾ പോകുന്നത് അവരെ കൂടെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് കയ്യിൽ എന്താണ് എടുക്കാൻ പറ്റുന്നത് ഈ സാധനങ്ങളും കൊണ്ട് പോവാണ്. അപ്പോൾ ചിലപ്പോൾ നടന്നിട്ടാണ് പോകുന്നത്, ചിലപ്പോൾ റിക്ഷകളിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പാലാൻ അതിൽ ഗർഭിണികളുണ്ട്, ഞാൻ പറഞ്ഞ എല്ലാ കാറ്റഗറി ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ദുരന്ത ജീവിതം എന്ന് പറഞ്ഞാൽ അത്
അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് ഒരു എന്താണ് ഒരു ഹെൽപ്ലെസ്, ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് അഭയാർത്ഥികളെ കാണാൻ പറ്റുന്നത്. പലസ്തീനിയൻസിൻ്റെ കേസ് മാത്രമല്ല, നമുക്കിപ്പം ഉക്രൈനിൽ യുദ്ധം നടന്നു, ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അഭയാർത്ഥി കമ്മ്യൂണിറ്റി ആയിട്ട് ഉക്രൈൻ ജനതയെ മാറിയിട്ടുണ്ട്. പോളണ്ട് പോലത്തെ രാഷ്ട്രങ്ങളിലാണ്, ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലാണ് അവർ കൂടുതൽ അഭയം പ്രാപിച്ചത്. അതേപോലെ ലാറ്റിൻ അമേരിക്കയിലുണ്ട്, കൊളംബിയയിൽ, വെനിസ്വേലയിൽ ഇവരൊക്കെ അഭയാർത്ഥി പ്രശ്നങ്ങൾ. അപ്പോൾ ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിലായിരുന്നു ഇതുവരെ നമ്മൾക്ക് ഈ ഒരു അഭയാർത്ഥി ഈ ഒരു പ്രശ്നം കണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഉക്രൈൻ ക്രൈസിസ് കാണുമ്പോൾ നമുക്ക് കാണാം അതൊരു അതൊരു ജനറൽ ഫിനോമിനലായിട്ട് മാറണം. അപ്പോൾ ഒരു ഏരിയ കൂടുതൽ അഭയാർത്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഭാഗം കൂടുതൽ അഭയാർത്ഥികൾ അക്കോമഡേറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പം എന്തായാലും നമുക്ക് ജനറൽ ഒരു സിനാരിയോ കാണുക, നമുക്ക് അഭയാർത്ഥികൾ എപ്പോഴും കൂടുതൽ അഭയം പ്രാപിക്കുന്നത് നൈബറിങ് കൺട്രീസിലാണ്. ഈ നൈബറിങ് കൺട്രീസ് നല്ലൊരു ശതമാനം ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് എന്നുള്ള സ്റ്റാറ്റസിൽ വരുന്ന സാമ്പത്തികമായിട്ട് അത്ര അഭിവൃദ്ധിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു റിസപ്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ആ സൊസൈറ്റിയിലേക്കും എക്കോണമിയിലേക്കും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു രാഷ്ട്രത്തിലേക്കാണ് ഇവർ എത്തിപ്പെടുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇവർ വർഷങ്ങളോളം, അല്ലെങ്കിൽ 20 ഫലസ്തീൻ കേസ് ഞാൻ പറഞ്ഞു 1948 മുതൽ പല ജനറേഷനുകളായിട്ടാണ് ഇവർ അഭയാർത്ഥി ക്യാമ്പുകൾ ജീവിക്കുന്നത്. നമ്മളിവിടെ സുരക്ഷിതമായിട്ട് സുഖമായിട്ട് AC-യിലും എല്ലാം നമ്മൾ ജീവിക്കുന്നു. ഈ പറഞ്ഞ ആളുകൾ മരുഭൂമിയിലും അങ്ങനത്തെ പല സ്ഥലങ്ങളിലും ടെൻറ്റിലും അത്തരം സൗകര്യങ്ങളിലാണ് വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ജീവിതം നമുക്ക്, എനിക്ക് തോന്നുന്ന ഏറ്റവും നന്നായിട്ട് അത് ഒരു 1-2 ഒരു മണിക്കൂർ കൊണ്ട് തീരാൻ പറഞ്ഞു തീരുന്നൊരു ഇതല്ല ഒരു ദുരന്തം, പ്ലൈറ്റ്. അത് ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസീസ് ഉണ്ട് ഇൻ്റർനാഷണൽ ലെവൽ. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആണെങ്കിലും ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഇത്തരം ഏജൻസികളൊക്കെ ഇതേ പറ്റിയിട്ട് പഠിച്ചിട്ട് ഏതാണ്ട് എല്ലാ വർഷവും അവർ ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഹ്യൂമൻ റൈറ്റ്സ് സിറ്റുവേഷനൊക്കെ പറ്റിയിട്ട് വിശകലനം നടത്തിയിട്ട് എല്ലാ വർഷവും അവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിലെ പല പേജുകളും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ണീരണിയും. അത്രയും ദുരന്തമാണ്. അതിൽ ഒരു ലേഡിയുടെ ഒരു ഇൻ്റർവ്യൂ അവർ പറയുന്നത്, അവർക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നുന്നത് അഭയാർത്ഥി ക്യാമ്പുകൾ, ഈ അഭയം കൊടുത്ത രാഷ്ട്രത്തെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വെട്ടമുള്ള ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ താഴെ കുട്ടികളെയും കൊണ്ട് ജീവിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്നത് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാണ്ട്, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, എക്സ്പ്ലോയിറ്റേഷനാണ്, ഹരാസ്മെൻ്റ് ആണ്, മെൻ്റലി, ഫിസിക്കലി, ലീഗലി, എക്കണോമിക്കലി ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അത് കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ് തീരാവുന്ന ഒരു വിഷയമല്ല. അത്രയും വലിയൊരു ഏരിയയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലിരുന്ന് നമ്മുടെ നല്ല കാലാവസ്ഥയിൽ, നല്ല ശുദ്ധവായുവിൽ, നല്ല സൗകര്യങ്ങളിൽ ജീവിക്കുന്ന നമുക്കൊരിക്കലും പലായനത്തിൻ്റെയും കുടിയേറ്റത്തിൻ്റെയും നോവേറുന്ന ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് സഞ്ചരിച്ചാൽ മനസ്സിലാകും. നോർത്ത് ഇന്ത്യയിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ തെരുവുകളുള്ള പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുംബൈയിലെ തെരുവുകളിലേക്കും ഡൽഹിയിലെ തെരുവുകളിലേക്കും ഒക്കെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും ആളുകളുടെ ദുരവസ്ഥ. വളരെ ചെറുങ്ങിയ കൂടകൾക്കുള്ളിൽ ഒരുപാട് കുടുംബങ്ങൾ അന്തി ഉറങ്ങുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് കേരളക്കാരെ സംബന്ധിച്ച്. സാറ് പറഞ്ഞതുപോലെ അസമിൽ നിന്നും ബംഗാളിൽ നിന്നുമൊക്കെ നമ്മളെ തേടി സാമ്പത്തിക അഭിവൃദ്ധി കാക്ഷിച്ചുകൊണ്ട് വരുന്ന ആളുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വർഗമാണ് നമ്മൾ സമ്മാനിക്കുന്നത്. ഇതേപോലെ ഇത്രയും മനോഹരമായിട്ടുള്ള സംവിധാനങ്ങൾ ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ ദുരിതം പേറുന്ന ഒരു സമൂഹമാണ്. അതിൽ ഈ പറഞ്ഞ സിറിയയും ഫലസ്തീനയും ഒക്കെ എടുത്ത് നോക്കിയാലും അവരുടെ വേരുകൾ, അവരുടെ സ്വന്തം ആഴ്ന്നിറങ്ങിയ വേരുകൾ അറുത്തെടുത്തിട്ടാണ് പുറത്തുനിന്ന് വന്ന ആൾക്കാർ പുതിയ വേരുകൾ ആഴ്ത്തുകയും അതിലൂടെ അവരെ പുറന്തള്ളുകയും ചെയ്യുന്നത്. സ്വന്തം നാടും വീടും. ഇപ്പം നമ്മൾ വയനാട് ദുരന്തത്തിൽ നമ്മൾ 200-300 ഓളം വരുന്ന കബന്ധങ്ങൾ അല്ലെങ്കിൽ ചേതനയേറ്റ ശരീരങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എത്രമാത്രം തീവ്രമാണെന്നത്. ഇതേ അവസ്ഥ നമ്മൾ പതിനായിരക്കണക്കിന് പിഞ്ചു മക്കളുടെയും ദിവസം പ്രതി 100 കണക്കിന് അറ്റുപോയ ശരീരങ്ങൾ കാണുന്ന ആൾക്കാരാണ് ഫലസ്തീനികളും സിറിയക്കാരും ഒക്കെ. അപ്പോൾ എത്രമാത്രം ഭീതിതമാണ് അവരുടെ അവസ്ഥ എന്ന് നമുക്ക് ഒരു ചർച്ചകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തതിലും അതീതമാണ്. ഇനി നമുക്ക് ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏകദേശം നമ്മുടെ സമയമായി വരുന്നു. നമ്മൾ ഈ ഒരു സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ഈ വിഷകന്യകയിലാണെങ്കിലും നമുക്കൊരുപാട് സാംസ്കാരികമായിട്ടുള്ള പറിച്ചുനടലുകൾ കാണാം. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള മാറ്റം കൂടിയാണ് ഈ കുടിയേറ്റം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിൻ്റെ ഒരു മൈഗ്രേഷൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏത് നാട്ടിലേക്കാണോ മൈഗ്രേഷൻ ചെയ്യപ്പെടുന്നത് അവിടുത്തെ സംസ്കാരത്തെ ഉൾവഹിച്ചുകൊണ്ടുള്ള ഒരു മാറ്റ രീതി പലപ്പോഴും കാണാൻ കഴിയാറുണ്ട്. നമ്മുടെ കോട്ടയത്തെ താഴത്തങ്ങാടി പള്ളിയാണെങ്കിലും പൊന്നാനി ജുമാ മസ്ജിദ് ആണെങ്കിലും കാസർഗോഡ് മാലിക് ദിനാർ മസ്ജിദ് ആണെങ്കിലും ഇതൊക്കെ സൗദിയിൽ നിന്ന് വന്ന
സ്വഹാബികൾ അല്ലെങ്കിൽ പ്രവാചക അനുചരന്മാർ കടന്നു വരികയും അവർ പ്രബോധനാർത്ഥം കേരളത്തിലേക്ക് കടന്നു വരികയും എന്നാൽ അവർ വന്ന സ്ഥലങ്ങളിലെ രാജ്യങ്ങളിലെ സംസ്കാരത്തെ ഉൾവഹിക്കുന്നതിൻ്റെ ചില ചിത്രങ്ങളാണ് നമ്മൾ ഈ പള്ളികളിൽ കാണാൻ കഴിയുന്നത്. അവിടുത്തെ വാസ്തുവിദ്യ, ആർക്കിടെക്ചറൽ ഇമ്പാക്റ്റ് അവരുണ്ടാക്കുന്നത് അവിടുത്തെ ഇൻഡിജിനസ് കൾച്ചറുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ്. അവിടുത്തെ ഹിന്ദു ക്ഷേത്രവിദ്യകളുടെ അതേ രീതി കടമെടുക്കുകയും അതേ രൂപത്തിൽ പണി കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പിന്നീട് ഈ ഭാഷയും അതേപോലെ വസ്ത്രരീതികൾ, നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്ത്രരീതികളും അല്ലെങ്കിൽ പല ഭക്ഷണ രീതികളുമൊക്കെ നമുക്ക് വിദേശത്ത് നിന്ന് ലഭിച്ച പല കാര്യങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് കുടിയേറ്റങ്ങൾ മനുഷ്യരോടൊപ്പം തന്നെ സഞ്ചരിക്കാറുണ്ട്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനെ കുറിച്ച് ഈ വിഷകന്യക പുസ്തകത്തെ സംബന്ധിച്ചും എസ്.കെ. പൊറ്റക്കാടിനെ സംബന്ധിച്ചുള്ള ചില പഠനങ്ങളുമൊക്കെ മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷകന്യയുടെ ഒരു ബാക്കി എന്ന നിലയിൽ അവിടെ വേറൊരു രീതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് എസ്.കെ. പൊറ്റക്കാട് പിന്നീട് എഴുതാൻ ശ്രമിച്ചെന്നും ഒരു വീരകന്യക എന്ന പേരിലൊരു വർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പക്ഷേ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളൊരു കുടിയേറ്റ പ്രദേശത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുടിയേറ്റമോ അല്ലെങ്കിൽ നമ്മൾ ഈ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള അല്ലെങ്കിൽ അധിനിവേശം പോലുള്ള വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും വേറൊരു തരത്തിലുള്ള മാറ്റങ്ങൾ പ്രാദേശിക മേഖലയിലും തദ്ദേശീയ സമൂഹത്തിൻ്റെ ഇടയിലും ഉണ്ടാക്കിയതിനെ മാറ്റി തീർത്തതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഉള്ള സങ്കല്പമൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്നു. അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ എം.എൻ. ശ്രീനിവാസ് പോലുള്ള സോഷ്യോളജിസ്റ്റുകളൊക്കെ സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ളൊരു ടേം ഉപയോഗിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇപ്പം മോഡേണിറ്റി എന്നുള്ളൊരു പരികല്പന തന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെയും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെയും ഡ്രസ്സിൻ്റെയും ഒക്കെ മാറ്റങ്ങൾ ഇവിടെ തദ്ദേശീയ വിഭാഗം നമുക്ക് മാത്രമല്ല ലോകത്തെവിടെയെല്ലാം കൊളോണിയലിസം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ളൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ വേറൊരു ചെറിയൊരു അവസ്ഥ നമുക്ക് ഈ കുടിയേറ്റ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സാറ് അത് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചുണ്ടാകുന്ന കുടിയേറ്റങ്ങൾ സ്വാഭാവികമായിട്ടും കാടുകളും മലമ്പ്രദേശങ്ങളുമൊക്കെ ഒരു അർബൻ സ്പേസാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ തന്നെ മാറ്റപ്പെടുന്നു. പുതിയ തരം കൃഷികൾ ഇപ്പം സ്വാഭാവികമായിട്ടും ഈ കുടിയേറ്റ പ്രദേശങ്ങളുടെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസവും അങ്ങനെ എന്തെല്ലാം തരം മാറ്റങ്ങളാണോ അതെല്ലാം തന്നെ വിസിബിളായിട്ട് വരുന്നു. പള്ളി കേന്ദ്രീകരിച്ചുള്ളൊരു സിസ്റ്റം തന്നെയാണ് അവിടെ വന്നത് എന്നുള്ളതും ഈ പറഞ്ഞ പോലെ അവരെല്ലാം തന്നെ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ക്രിസ്ത്യൻ പള്ളികളും പള്ളിക്കൂടങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ ചില മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇൻ്റർണൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ പ്രാദേശിക ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ മൈഗ്രേഷനൊപ്പം തന്നെ ചില ഈ ബാർബർമാരായിട്ടുള്ള ആളുകളെ, ആശാരി കുടുംബങ്ങളെ, കൊല്ലം വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ, അത്തരത്തിൽ ഉള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ കുടുംബങ്ങളും കൂടെ ഇത്തരത്തിലുള്ളൊരു പ്രദേശത്തേക്ക് മൈഗ്രേഷൻ നടത്തുന്നതായിട്ടൊക്കെ കാണുന്നു. അങ്ങനെ മൊത്തത്തിൽ വേറൊരു തരം ഒരു വില്ലേജിൻ്റെ വേറൊരു സിസ്റ്റം ഈ ഒരു കാട് അല്ലെങ്കിൽ ഒരു മലമ്പ്രദേശങ്ങളിലൊക്കെ ഫോം ചെയ്തു വരുന്നതായിട്ടൊക്കെയാണ് ഇവർ നമ്മൾ പഠനങ്ങളിലൂടെയൊക്കെ കാണുന്നത്. പക്ഷേ ഇതിനതൊരു ഒരു പ്രശ്നമെന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ പ്രാദേശിക മേഖലയിൽ ഉണ്ടായിരുന്ന താഴേക്കടയിലുണ്ടായിരുന്ന ആളുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അവരുടെ പ്രാദേശിക മേഖല തൊഴിലുകൾ നഷ്ടപ്പെടുന്നതിനും അവരെ ഉപദ്രവിക്കുന്നതും ഒരു കാഴ്ചകൾ ഈ ഒരു മൈഗ്രേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വശമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തദ്ദേശീയരായ ജനങ്ങളെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ അവിടെ ഇൻവേഷൻ പോലെ സ്വാധീനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷ് ഇൻവേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോളനികളെ അവർ കീഴൊതുക്കുകയും അവിടെയുള്ള ജനങ്ങളെ അടിച്ചമർത്തുകയും അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തത് ഒരു തരം മൈഗ്രേഷൻ്റെ ഭാഗമാണ്. ഇത് ഫോഴ്സ് ചെയ്യുന്ന ഒരു തരം മൈഗ്രേഷൻ കൂടിയാണ്. ഇങ്ങനെ നമ്മൾ കുടിയേറ്റത്തിൻ്റെ ചർച്ചകൾ ഒരു മണിക്കൂറിലോ അല്ലെങ്കിൽ 2 മണിക്കൂറിലോ പറഞ്ഞു തീരാൻ പറ്റാത്തത്ര വിശാലമായ ഒരുപാട് മനുഷ്യരുടെ ജീവിത കഥകളാണ്. ഓരോ മനുഷ്യനും ഓരോ കഥകൾ പറയാനുണ്ട് അവരുടെ മൈഗ്രേഷനെ കുറിച്ചുള്ള. ഒരു ഗ്ലോബൽ സൊല്യൂഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആണ് അല്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂ ആണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ്റെ തലത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് 200 മില്യൺ പീപ്പിൾ എന്നൊക്കെ സാറ് പറഞ്ഞു. നമ്മൾ 200 മില്യൺ പീപ്പിൾ എന്ന് പറയുന്നത് അത്രയും ആളുകൾ മൈഗ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ സ്വന്തം വീടല്ലാത്ത അല്ലെങ്കിൽ സ്വന്തം വേരല്ലാത്തടുത്ത്, സ്വന്തം പ്രദേശമല്ലാത്തടുത്ത് പോയി നിർബന്ധിതരായി താമസിക്കേണ്ട അവസ്ഥ, അവിടെ യാതൊരുവിധ സുരക്ഷയും സൗകര്യങ്ങളുമില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ. നമ്മളെപ്പോലെയുള്ള മജ്ജയും മാംസവും രക്തവും വിശപ്പും ദാഹവുമുള്ള മനുഷ്യരാണ്. അവർ ജീവിതം നാളെ എന്താണെന്നറിയാതെ, നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ, യാതൊരു പ്രതീക്ഷകളും സ്വപ്നങ്ങളുമില്ലാതെ വെറും ടെൻറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ വെറും മറച്ച പായകൾക്കുള്ളിൽ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യകുലത്തിനുണ്ടാകുന്ന ഒരു ആഗോള പ്രതിസന്ധിയായിട്ട് ഇത് മാറുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്കുണ്ടാകുന്ന ഫ്യൂച്ചർ ക്രൈസിസ്, അല്ലെങ്കിൽ ഈ തുർക്കി, സിറിയ അതേപോലെയുള്ള മൈഗ്രേഷൻ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, അവിടേക്ക് എത്തപ്പെടുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇതൊരു മനുഷ്യൻ്റെ ഭാവിയെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് എന്തിലേക്കായിരിക്കും? നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ നമ്മളൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് എല്ലാവരും ഒന്നടങ്കം നേരിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേപോലെ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ ഗ്ലോബൽ മൈഗ്രേഷൻ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നമ്മൾ ഈ മൈഗ്രേഷൻ, ഈ ഹ്യൂമൻ മൊബിലിറ്റി, നമ്മൾ മനുഷ്യവംശം ത്തിൻ്റെ തുടക്കം മുതൽ കാണുന്ന അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു കുടിയേറ്റവും പലായനവും. അത് ഇൻറ്റേർണൽ ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, വളണ്ടറി ആയിക്കോട്ടെ, ഇൻവോളണ്ടറി ആയിക്കോട്ടെ, എന്തായാലും അതിൻ്റെ നമ്പർ നമ്മൾ ഓരോ വർഷം നോക്കുകയാണെങ്കിലും അത് കൃത്യമായിട്ട് കൂടുക അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണ് ഓരോ വർഷവും. അത് ഇപ്പം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ്റെ കണക്ക് പ്രകാരം 300 മില്യണിനടുത്താണ് ടോട്ടൽ മൈഗ്രേഷൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ 120ഓളം മില്യണാണ് ഈ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ വരുന്നത്. ഇനി ഉസ്താദ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, ഇനി ഉസ്താദ് പറഞ്ഞ ഇതൊരു ഇഷ്യൂ എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനെ 2 തരത്തിൽ ചിന്തിക്കാം. ഈ മൈഗ്രേഷൻ നമ്മൾ അതിനെ പോസിറ്റീവായിട്ടും കാണണം, നെഗറ്റീവായിട്ടും കാണണം. മൈഗ്രേഷനെ കൊണ്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ പോസിറ്റീവും നെഗറ്റീവും തന്നെ നമുക്ക് പല തലത്തിലാക്കും. സോഷ്യൽ ആവാം, എക്കണോമിക് ആവാം, പൊളിറ്റിക്കൽ ആവാം, സെക്യൂരിറ്റി റിലേറ്റഡ് ആവാം, എൻവയോൺമെൻറ്റൽ തലത്തിലാവാം, പല ഇക്കോളജിയെ ബാധിക്കാം. പല തരത്തിലാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില സ്റ്റേറ്റ്സ് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി, അത് അഭയാർത്ഥികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, വെൽക്കം ചെയ്യും. അതേസമയം ചില സൊസൈറ്റിയും ചില രാഷ്ട്രങ്ങളും അതിനോട് വിമുഖത കാണിക്കും. ചില രാഷ്ട്രങ്ങളും ചില സൊസൈറ്റിയും ചില പ്രത്യേക വിഭാഗം, ചില പ്രത്യേക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളെ സ്വാഗതം ചെയ്യുമെങ്കിൽ വേറെ ചില ആളുകളെ അവർ താല്പര്യം കാണിക്കില്ല. ഇതെല്ലാം നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ വാർത്തകളിലും റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഇമ്പാക്റ്റ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കാണുന്ന ഒരു ട്രെൻഡ്, ആൻറ്റി ഇമ്മിഗ്രേഷൻ ലോസ് ഭയങ്കരമായിട്ട് ഏതാണ്ട് എല്ലാ വെസ്റ്റേൺ കൺട്രീസ്, ട്രംപ് അതേപ്പറ്റി ഒരുപാട്, ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് ഡിബേറ്റ് ഉണ്ട്. UK അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോഴും ചർച്ചയിൽ വരുന്നു. ഇപ്പോൾ അവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില സൊസൈറ്റികൾക്ക് ഇവരുടെ ഈ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയുടെ നമ്പർ ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ വരും. ചില രാഷ്ട്രങ്ങൾ അത് അവരെ കൾച്ചറിനെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില രാഷ്ട്രങ്ങൾ അവരെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കൾച്ചറിനെ ബാധിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായം ഡെഫിനിറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് ആൻറ്റി ഇമിഗ്രേഷൻ ലോസും അല്ലെങ്കിൽ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഇൻക്രീസ് നമുക്ക് ഏതാണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെങ്കിൽ വെസ്റ്റേൺ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അതേസമയം ചില വെസ്റ്റേൺ സൊസൈറ്റികൾക്ക്, യൂറോപ്യൻ കൺട്രിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രങ്ങളൊക്കെ ആയിക്കോട്ടെ, മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, അത്തരം സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്ക് വർക്ക് ഫോഴ്സ് കുറവാണ്. അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് ഇൻ ദ സെൻസ് നമ്മൾ ആളുകളുടെ ഏജ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഏഷ്യയിലും അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ ഒരു എണ്ണം കുറവാണ്, ലേബർ ഫോഴ്സിൻ്റെ. അപ്പോൾ അവർക്ക് എന്താണ് ഈ ഒരു ലേബർ ഇതിലേക്ക് കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യം, അവരൊരു ഇൻഡസ്ട്രിയും എക്കോണമി നിലനിൽക്കണമെങ്കിൽ ഈ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി ഉണ്ടായേ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ അവർ വെൽക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ദേ ആർ റെഡി ടു ഇൻറ്റിഗ്രേറ്റ് ദം ഒരു പരിധി വരെ. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാഷ്ട്രങ്ങളെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അവർ സിറ്റിസൺഷിപ്പും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ അവർ ഇപ്പോഴും ആളുകളെ അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ UAE അല്ലെങ്കിൽ ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ പോലത്തെ ചെറിയ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ പറ്റി നോക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ജനസംഖ്യയുടെ നോക്കുകയാണെങ്കിൽ ഡെമോഗ്രഫി കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ 75%, 85% അതിന് മുകളിലോ ഫോറിൻ നാഷണൽസ് ആണ്, അല്ലാതെ തദ്ദേശീയരല്ല. അതിൽ കൂടുതൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരാണ്, കൂടുതൽ മലയാളികളാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിൻ്റെ ഓരോ രാഷ്ട്രങ്ങളുടെ ഡെമോഗ്രഫി കോമ്പോസിഷനിൽ ഈ പറഞ്ഞ ഫോറിൻ നാഷണൽസ്, ഇൻ്റർനാഷണൽ മൈഗ്രൻസിൻ്റെ എണ്ണം, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും അതിൻ്റെ കോമ്പോസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ വിചിത്രമായിട്ടുള്ള കണക്കാണ്. നമുക്ക് ഈ കണക്കുകൾ തന്നെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്നും നാളെയും തീരുന്നൊരു കേസല്ല, അല്ലെങ്കിൽ നിർത്താൻ പറ്റില്ല. അത് ചിലപ്പോൾ അതിൻ്റെ കോറിഡോർ ചിലപ്പോൾ ഒരു മാറ്റം വരും. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന മെക്സിക്കോ ടു USA ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ്റെ സിനാരിയോയിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ UAE-യിലേക്കാണ് പോകുന്നത്, പിന്നെ USA-യിലേക്കും. അപ്പോൾ ഈ ഒരു ട്രെൻഡും കോറിഡോറും ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കോണ്ടെക്സ്റ്റുകളിൽ മാറും. അതിനപ്പുറത്തായിട്ട് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഒരു ഫിനോമിനൻ തന്നെ, അതിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പല തലത്തിലായിരിക്കും. അതൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു ഡിസ്കഷനാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടയത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലം. അതിൽ നമ്മൾ പ്രധാനമായിട്ടും വിഷകന്യക എന്ന് പറയുന്ന SK പൊറ്റക്കാടിൻ്റെ നോവലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വെച്ചു. വിഷകന്യക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മൈഗ്രേഷൻ്റെ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു നോവൽ കൂടിയാണ്. അതിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള വശങ്ങൾ വിനിൽ പോൾ സാർ നമ്മളോട് സംവദിക്കുകയും ചെയ്തു. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്ന അത് പിന്നെ ആഗോള തലത്തിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഗ്ലോബൽ ഇമ്പാക്റ്റ് വളരെയധികം വലുതാണ്. ഒരു ഗ്ലോബൽ സിനാരിയോയിൽ അതൊരു ഫിനോമിനനായിട്ട് ഒരിക്കലും നിൽക്കാത്ത ഒരു പ്രോസസ്സായിട്ട് അത് പൂർവ്വകാല മനുഷ്യരുടെ ചരിത്രം മുതലേ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പലായനങ്ങളും കുടിയേറ്റങ്ങളും എന്ന് പറയുന്നത്. അതിനെ എത്രമാത്രം അന്താരാഷ്ട്ര സമൂഹങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നു, അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തുന്നു, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക. അതേപോലെ ലിറാർ സാറ് പറഞ്ഞതുപോലെ നമുക്കുണ്ടാകുന്ന ഈ കുടിയേറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മളെങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത്, അതിൻ്റെ കോസ് എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അവരനുഭവിക്കുന്ന മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം വലുതാണ്. അപ്പോൾ പ്രാദേശികമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ സംവദിക്കുമ്പോൾ ഒരുപാട് ചർച്ച തലങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് പ്രശ്നസങ്കീർണമായിട്ടുള്ള ഒരു ഫിനോമിനനാണ് കുടിയേറ്റം, അല്ലെങ്കിൽ കുടിയേറ്റത്തിൻ്റെ വേരുകൾ, അതിൻ്റെ ആഴങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോഴും വിദ്യാഭ്യാസപരമായിട്ടുള്ള മൈഗ്രേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കോട്ടയം എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരായിട്ടുള്ള പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് മലബാറിലേക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും അവർ കുടിയേറിയിരുന്നു എങ്കിൽ അതിനുശേഷം വന്നൊരു സമൂഹം കുടിയേറിയത് അല്ലെങ്കിൽ അവിടേക്ക് പലായനം ചെയ്തത്, മാറ്റങ്ങൾ നടന്നത്, മൊബിലിറ്റി ഉണ്ടായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ചലനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. ഇവിടുന്ന് ഒരുപാട് അധ്യാപകരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാടുകളിലൊക്കെ നോക്കിയാൽ ഒരുപാട് അധ്യാപകരെ കാണാം, റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകരെ കാണാം. അവരൊക്കെ വർക്ക് ചെയ്തിരുന്ന അവരുടെ സർവീസ് ഏരിയ ചോദിച്ചാൽ പലപ്പോഴും പറയുന്നത് മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും ഒക്കെ ആയിരുന്നു എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി, പഠനാവശ്യങ്ങൾക്ക് വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് കുടിയേറിയതായി കാണാം. അതിനുശേഷം കോട്ടയത്തെ ആണെങ്കിലും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സാഹചര്യത്തിലാണെങ്കിലും ഒരുപാട് വിദ്യാർത്ഥികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കൂടുതൽ സൗകര്യങ്ങൾ തേടി, കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതകൾ തേടി, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ തേടി സഞ്ചരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ പ്രാദേശികമായിട്ടും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ കുടിയേറ്റം എന്ന് പറയുന്ന വലിയൊരു ഫിനോമിന അത് നമുക്ക് ഒന്ന് അല്ലെങ്കിൽ ഒരു ദിവസമോ ചർച്ചയ്ക്കെടുത്ത് പര്യവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. ഏതായാലും അതിൻ്റെ ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക്, അതിൻ്റെ പ്രാദേശികമായും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ചില വേരുകളിലേക്ക്, അതിൻ്റെ ആകാശങ്ങൾ തേടി നമ്മൾ ഇത്രയും നേരം സഞ്ചരിക്കുകയായിരുന്നു. അതിൽ ലിറാർ പുളിക്കലകത്ത് സാർ, ഡോക്ടർ വിനിൽ പോൾ രണ്ടുപേരും വളരെയധികം മനോഹരമായി നമ്മോട് സംവദിച്ചു. നമുക്ക് വേണ്ടിയിട്ട് അവരുടെ വൈജ്ഞാനിക സൗകര്യയെ നമുക്ക് മുന്നിൽ തുറന്നുകാട്ടി. വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുകയാണ്.